ഹായ് ഹലോ അസ്സലാമു അലൈക്കും എല്ലാ എൻ്റെ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തെല്ലാന്ന് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ നമ്മളിവിടെ റാഹത്തായി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. രാവിലെ തൊട്ട് ഉച്ച വരെയുള്ള കുറച്ച് ഭാഗങ്ങൾ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കാണാം കേട്ടോ. കണ്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാൻ 6:30 മണിയാകുമ്പോൾ ഞാൻ കിച്ചണിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇന്ന് സ്കൂളും മദ്രസൊന്നുമില്ല, വെള്ളിയാഴ്ച എടുത്ത വീഡിയോ ആണ്. അന്നത്തെ ദിവസം മദ്രസ ഇല്ല കേട്ടോ. അപ്പോൾ സ്കൂൾ മഴയായതുകൊണ്ട് ലീവാണ്. അങ്ങനെ ഞാൻ നേരത്തെ ഒരു 6:30 മണിയാകുമ്പോൾ ഞാൻ കിച്ചണിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വന്നിട്ട് മൻസൂർച്ചാക്ക് പണിസ്ഥലത്ത് പോകാനുണ്ടായിരുന്നു. അപ്പോൾ മൻസൂർച്ചാക്ക് ചായ ഉണ്ടാക്കി കൊടുക്കുന്ന സമയത്ത് തന്നെ ഞാനിത് വാജിയും പൂരിയാണ് കേട്ടോ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന്. അങ്ങനെ വാജിക്കുള്ള ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുക്കറിലിട്ടിട്ട് ഉരുളക്കിഴങ്ങും ഉള്ളി തക്കാളി പച്ചമുളകെല്ലാം ഒന്നിച്ചിട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പൂരിക്കുള്ള മാവെല്ലാം കുഴച്ച് വെച്ചിന്. പിന്നെ തുണിയെല്ലാം ഇളക്കാൻ ഇട്ട് കൊടുത്തിട്ടാണ്. എന്നിട്ട് ഞാൻ അപ്പുറം പോയിട്ടൊരു ഫോണെല്ലാം നോക്കിയിട്ട് 8 മണി 8:15 ഞാൻ കിച്ചണിൽ വന്നിട്ടാണ്. പിന്നെ ഞാൻ ഫ്ലാസ്കിൽ ചായ എല്ലാം ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എണിക്കുന്നവർ വന്നിട്ട് കുടിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ റിയൂ എണീച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവൾ ചായ കുടിക്കുന്നുണ്ട്. എണീക്കണം അത്ര കേട്ടോ. പിന്നെ നൂറ എണീച്ചിട്ട് ബ്രഷെല്ലാം ആക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ മുകളിൽ കുറേ തുണിപ്പായലുണ്ടായിരുന്നു കേട്ടോ, ഉണങ്ങിയതെല്ലാം. അതെല്ലാം താഴെ കൊണ്ടുവച്ച് അതിനതെല്ലാം മടക്കി വെക്കണം. ഇപ്പോൾ ഇളക്കിയതെല്ലാം മുകളിൽ കൊണ്ടുവിടാനിട്ട് കേട്ടോ. ഇപ്പോൾ ഉണക്കാനിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം വന്നിട്ട് അടിക്കലും പാറലെല്ലാം തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ സോഫൻ്റെ തുണിയെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടുണ്ടായിന്. അതെല്ലാം ഒന്ന് കൊട്ടിപ്പിരിക്കലും റെഡിയാക്കി വെക്കലെല്ലാം കേട്ടോ. അങ്ങനെ ഉള്ളെല്ലാം അടിച്ച് വാരാമെന്ന് വിചാരിച്ച്. പിന്നെ ഇപ്പോൾ സ്കൂളില്ലാത്തതുകൊണ്ട് എല്ലാവരും വൈകിട്ട് എണിച്ചല്ലേ, ഇത്ര പെട്ടെന്ന് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കില്ല കേട്ടോ. ചായ എല്ലാം കുടിച്ചല്ലേ. അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ പൂരി ചൂടാന്ന് വിചാരിച്ച്. പിന്നെ ആദ്യം റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഉള്ളെല്ലാം അടിച്ച് വരലാന്ന്. റാജി എൻ്റെ ഒപ്പം എണിക്കും കേട്ടോ. ഞാൻ എണിച്ചിട്ട് വരുമ്പോൾ എൻ്റെ ഒപ്പം എണിക്കും. എന്നിട്ട് ഇന്നലെ കറച്ചപ്പല കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ കൊമ്പ എന്തോ ഉണ്ടായിരുന്നു കേട്ടോ. അതിനോട് ഇങ്ങനെ എൻ്റെ ഒപ്പം തന്നെ അടിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഓന് ഞാൻ എണിച്ചിട്ട് വരുമ്പോൾ എൻ്റെ ഒപ്പം എണിക്കും കേട്ടോ. അങ്ങനെ ഉള്ളെല്ലാം അടിച്ച് വാരി അതിന് ശേഷം സീറ്റോട്ടെല്ലാം അടിച്ച് വാരിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അടിക്കലും വാരലെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ തുണിയെല്ലാം മടക്കി വെച്ചു കേട്ടോ. മുകളിൽ നിന്ന് കൊണ്ടിട്ട് കുറേ തുണിയെല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം മടക്കിയിട്ട് അതാത് സ്ഥലത്ത് വെച്ചു കേട്ടോ. അതിന് ശേഷം ഞാൻ നേരെ കിച്ചണിൽ പോയിട്ട് പിന്നെ പൂരിയെല്ലാം ചുട്ടെടുക്കലാന്ന്. എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ കമൻറ്റായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, നിങ്ങൾ കണ്ണൂരാണോന്ന്. കണ്ണൂരല്ല കേട്ടോ, കണ്ണൂരല്ല, ജില്ല കണ്ണൂർ തന്നെയാണ്. പിന്നെ വീട് കണ്ണൂരല്ല കേട്ടോ. ഒരു കാല് കണ്ണൂർ ജില്ലയിലും ഒരു കാല് കാസർഗോഡ് ജില്ലയിലും ആണ് കേട്ടോ. അങ്ങനെയാണ്. കാസർഗോഡ് ജില്ല ലാസ്റ്റും കണ്ണൂർ ജില്ല ഫസ്റ്റും ആണ് കേട്ടോ. പിന്നെ എൻ്റെ നാട് കണ്ണൂർ ജില്ലയാണ്, കാസർഗോഡ് ജില്ലയാണ്. പക്ഷേ കാസർഗോഡല്ല കേട്ടോ. എൻ്റെ നാട് കാസർഗോഡ് കുറേ ഇങ്ങോട്ടാണ് കേട്ടോ. പിന്നെ ഹസ്ബൻഡ് നാട് കണ്ണൂർ ജില്ലയാണ്. പിന്നെ കണ്ണൂർ അല്ല കേട്ടോ, കണ്ണൂർ ജില്ല ഫസ്റ്റാണ് കേട്ടോ. അങ്ങനെ പൂരിയെല്ലാം ഓരോന്നേ ചുട്ടെടുക്കുന്നുണ്ട്. അത് എന്തുകൊണ്ട് കണ്ണൂർ ജില്ലയെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല കേട്ടോ. എൻ്റെ സംസാരം കേട്ടിട്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താ വെച്ചാൽ എൻ്റെ സംസാരം ഇവർ പറയലുണ്ട്. പിന്നെ കുറേ ആയില്ലേ ഇപ്പോൾ ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 6 വർഷമായി. എന്നിട്ടും സംസാരത്തിലേക്കൊന്നും ഒരു മാറ്റവും ഇല്ല. പിന്നെ എൻ്റെ സംസാരം അങ്ങനെയാണ് കേട്ടോ. കാസർഗോഡും അല്ല കണ്ണൂരും അല്ല, അങ്ങനത്തെ ഒരു സംസാരമാണ്. ആർക്കും മനസ്സിലാവില്ല പെട്ടെന്നൊന്നും. അങ്ങനത്തെ ഒരു സംസാരമാണ് കേട്ടോ. എന്നിട്ട് എല്ലാവരും പറയലുണ്ട് ഇതുവരെ പിന്നെ ഇവിടുത്തെ ഭാഷ പഠിച്ചിട്ട് അടുത്ത ഭാഷ മനസ്സിലാവുന്നില്ല കേട്ടോ. ഞാൻ പിന്നെ കുറേ കാലം പിന്നെ കാഞ്ഞങ്ങാട് അങ്ങോട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ അങ്ങോട്ടും എൻ്റെ സംസാരം കാസർഗോഡത്തുമല്ല കാഞ്ഞങ്ങാടത്തുമല്ല എടുത്തല്ലാത്തൊരു സംസാരമാണ്. അതുകൊണ്ട് തന്നെ ഞാനിത് ചോദിച്ചത് എന്തെന്ന് എനിക്ക് മനസ്സിലായിട്ട് കേട്ടോ. അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കമൻറ്റിൽ. അപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ചോദിച്ചതെന്ന് പറയണം കേട്ടോ. എന്തുകൊണ്ട് കമൻറ്റ് ഇട്ടേന്ന് പിന്നെ ഒന്ന് അറിയാൻ കേട്ടോ. പിന്നെ എന്താ വെച്ചാൽ എന്നോട് പറയലുണ്ട് എല്ലാവരും, കാസർഗോഡത്തെ വിഷയമല്ല കണ്ണൂർ നമ്മൾ ഈ നാട്ടിലത്തെ വിഷയമല്ല, സംസാരം വേറെ തന്നെയെന്ന് പറയലുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ സംസാരിച്ചിട്ട് റെഡിയോ എത്തിയല്ലേ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിൽ കഴിച്ചിട്ടാ മൻസൂർച്ച പുറത്തുനിന്ന് കഴിച്ചിട്ട് വന്നിട്ട് അറിഞ്ഞിട്ടാ. അങ്ങനെ മൻസൂർച്ച വരുമ്പോൾ ഫ്രൂട്ട്സും ഐസ്ക്രീമെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനിതാ ഫുഡെല്ലാം കഴിച്ച പാത്രമെല്ലാം കഴുകി വെക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ മൻസൂർച്ച പറഞ്ഞ ഐസ്ക്രീം എടുക്കുക എറിഞ്ഞിട്ടാ. റാജിക്ക് പിന്നെ ഐസ്ക്രീം കണ്ടെങ്കിൽ പിന്നെ ഒന്നും വേണ്ട, ഐസ്ക്രീമിൻ്റെ ബേക്കേ നടന്നുകൊണ്ടേ ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഇതാ എല്ലാവർക്കുള്ള ഐസ്ക്രീമെല്ലാം എടുക്കലാന്ന്. പിന്നെ ഇന്ന് ലഞ്ചിന് മീനുണ്ട് കേട്ടോ. മീൻ ഇതാ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ രാത്രിയേക്ക് ബീഫ് ഫ്രൈ ആക്കാൻ എന്നിട്ട് ബീഫും ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ.
അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഐസ്ക്രീമെല്ലാം കഴിക്കലാന്ന്. അങ്ങനെ എല്ലാവരും കൂടി ഐസ്ക്രീമെല്ലാം കഴിച്ചോട്ടാ. അതിന് ശേഷം ഞാനത് മീനും ബീഫെല്ലാം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഐസളി ഞാൻ നോക്കിയിട്ട് അതൊന്ന് ഐസളിയിട്ട് അപ്പം ഞാൻ വിചാരിച്ച് നേരെ വേഗം പോയിട്ട് ഉള്ളെല്ലാം തുടച്ചിട്ട് വരാമെന്ന് വിചാരിച്ച് അങ്ങനെ വേഗം പോയിട്ട് ഉള്ളെല്ലാം തുടച്ചെടുക്കലാന്ന്. അങ്ങനെ ഉള്ളെല്ലാം തുടച്ചെടുത്തിട്ട് അതിന് ശേഷം നേരെ കിച്ചണിൽ വന്നിട്ട് അത് മീനെല്ലാം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതിനെല്ലാം കഴുകിയെടുക്കുന്നുണ്ട്. പിന്നെ ഇത് എന്ത് മീൻ എനിക്ക് ഓർമ്മയില്ല കേട്ടോ. വീഡിയോ കഴിഞ്ഞ വെള്ളിയാഴ്ച എടുത്ത വീഡിയോ ആണ് കേട്ടോ. പിന്നെ മീൻ എന്തോ ഓർമ്മയില്ല. പിന്നെ അങ്ങനെ മീനെല്ലാം കഴുകിയെടുക്കുന്നുണ്ട്. മുളക് കറി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മീൻ. മറ്റത് ബീഫാണ്. ബീഫ് പിന്നെ മസാല ആക്കിയിട്ട് വേവിച്ച് വെച്ചിട്ട് പിന്നെ രാത്രി ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ച് മസാല ആക്കിയിട്ടല്ല, ഉള്ളി മുളപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടിയെല്ലാം ഇട്ടിട്ട് ഉള്ളി തക്കാളി പച്ചമുളക് ഇട്ടിട്ട് വേട്ടിട്ട് വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് രാത്രിയാകുമ്പോൾ ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ച് ഇത് ഞാൻ ചെറിയ ഉള്ളിയും തക്കാളിയും പച്ചമുളക് എല്ലാം അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ മീൻ കറിക്കാന്ന്. 2-4-5 ചെറിയ ഉള്ളിയും പിന്നെ ഒരു തക്കാളിയും 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ചെറിയ ചട്ടിയിലാക്കി കൊടുത്തിട്ടുണ്ട്. എന്താ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. പിന്നെ പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം എല്ലാം കൂടി നല്ല പോലെ മിക്സാക്കി എടുക്കാം. അതിന് ശേഷം സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആ കറിയുടെ തിളക്കുന്ന സമയം കൊണ്ട് തന്നെ ഞാൻ മീൻ ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ചിട്ടാ. കറിയിലത്തെ മീൻ അങ്ങനെ പുള്ള കഴിക്കില്ല കേട്ടോ. ഫ്രൈ ആക്കിയെങ്കിൽ പിന്നെയും കഴിക്കും. അങ്ങനെ ഞാൻ പിന്നെ തലയും പാലും അങ്ങനത്തെ എല്ലാം നല്ല പീസ് നോക്കിയിട്ട് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് എടുത്ത് ഇങ്ങനെ തലയും പാലും അങ്ങനത്തെ എല്ലാം പീസില്ല അത് കറക്കി ഇട്ട് കൊടുത്തിട്ടാ. അങ്ങനെ അപ്പുറത്തെടുപ്പിൽ ഞാൻ പിന്നെ ഒരു പാൻ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ മീൻ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട്. ആ സമയം കൊണ്ട് തന്നെ ഞാൻ ബീഫിലേക്കുള്ളത് കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകെല്ലാം ക്ലീനാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് ബീഫ് വേവിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ രാത്രി പിന്നെ എല്ലാം വേവിച്ച് റെഡിയാക്കി വെച്ചെങ്കിൽ രാത്രി എടുത്തിട്ട് ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ ഇതാ കറിയെല്ലാം തിളച്ച് വന്നിട്ടുണ്ട്. മീനെല്ലാം ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ ആ സമയം കൊണ്ട് തന്നെ ഇതാ പിന്നെ പാന് ചൂടായിട്ടുണ്ടായിന് അതിലേക്ക് എണ്ണ ചേർത്ത് കൊടുത്തു കേട്ടോ. പിന്നെ അതിലേക്ക് മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ മീൻ കറിക്കുള്ള വെളുത്തുള്ളി പിന്നെ വെളിച്ചെണ്ണെല്ലാം പിന്നെ ചൂടാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കലാന്ന്. ഈ കയ്യിലെന്താ ഇങ്ങനെ കറുത്തിട്ടെന്ന് വിചാരിക്കണ്ട കേട്ടോ. അതിപ്പോൾ ഇങ്ങനെ ഉള്ളി കായ്ക്കാൻ വേണ്ടിയിട്ട് തന്നെ എടുക്കുന്ന കയ്യിലാന്ന് കേട്ടോ. അങ്ങനെ ഇതാ വെളുത്തുള്ളിയെല്ലാം കായ്ച്ചിട്ട് ഇതാ കറിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഇതാ ബീഫിലേക്കുള്ള കുഞ്ഞുള്ളിയെല്ലാം അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അരിയേണ്ട ആവശ്യമില്ല, എന്നാലും ഞാൻ അരിഞ്ഞെടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതാ ബീഫിലേക്കുള്ള മുളക് പൊടിയും മല്ലിപ്പൊടിയും പിന്നെ ചെറിയ ജീരകം വലിയ ജീരകം എല്ലാം കൂടിയിട്ട് ഒന്ന് വറുത്തെടുക്കലാണ് കേട്ടോ. പിന്നെ ഇതാ ബീഫെല്ലാം കഴുകിയിട്ട് ഇതാ വളറാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും പിന്നെ വെളുത്തുള്ളിയെല്ലാം എന്താ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മുളക് പൊടി മല്ലിപ്പൊടിയെല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. എല്ലാം കൂടി കുക്കറിലിട്ട് കൊടുക്കലാണ്. ബീഫും ഇഞ്ചി വെളുത്തുള്ളിയും പിന്നെ കുഞ്ഞുള്ളി പച്ചമുളക് പിന്നെ വറുത്ത മുളക് പൊടിയെല്ലാം ചേർത്ത് കൊടുക്കലാണ് കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. പിന്നെ കുറച്ച് ജീരകം കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്.
പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം കേട്ടോ. അതിൻ്റെ എല്ലാം കൂടി നല്ലപോലെ മിക്സാക്കി എടുക്കലാണ്. എന്നിട്ട് കുക്കർ അടിച്ചതിന് ശേഷം 5 വിസിൽ വരെ വേവിച്ചെടുക്കലാണ് കേട്ടോ. ഇത് 3 ബരിങ്ങയില്ലേ അതുണ്ടായിരുന്നു കേട്ടോ. നമ്മളിവിടെ പൊടിച്ചതാണ് കേട്ടോ. 3 ചെറിയ ബരിങ്ങ ഉണ്ടായിരുന്നു. ബരിങ്ങയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം അതിതാ കുറച്ച് വെച്ചിട്ടുണ്ടായിന്. അതിലേക്ക് ഇതാ ഒരു കഷ്ണം തക്കാളി, ഒരു കഷ്ണം ഉള്ളി, ഒരു പച്ചമുളക് ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കലാണ് കേട്ടോ. അപ്പം വറവായിട്ട് ബരിങ്ങക്കറിയായി. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിനകത്ത് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, പിന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു മുളക് പൊടിയാണ് കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, പിന്നെ കുറച്ച് വെള്ളവും ചേർത്ത് വേവിച്ചെടുക്കുക കേട്ടോ. അത് വെന്തോടെയാണ് കേട്ടോ. പിന്നെ കുറച്ച് പുളിയും ചേർത്ത് കൊടുക്കാം. നല്ലപോലെ വെന്തോടഞ്ഞ് കിട്ടണം കേട്ടോ. ബരിങ്ങക്കറി അങ്ങനെയാണ് കേട്ടോ നല്ല ടേസ്റ്റ്. ഇനിയിപ്പോൾ ആ പകുതി തക്കാളി ഉണ്ടായിന്, പകുതി ഉള്ളിയെല്ലാം ഉണ്ടായിന് കേട്ടോ. അത് വെച്ചിട്ട് ഒരു കച്ചമ്പറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. ഇതാ കച്ചമ്പറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. കച്ചമ്പറ് എന്ന് പറയാനൊന്നുമില്ല, ഉള്ളിയും പിന്നെ തക്കാളിയും പച്ചമുളകും ഉപ്പും പിന്നെ ചെറുനാരങ്ങയാണ് കേട്ടോ. ഇനിയിപ്പം പച്ചക്കറിക്ക് തേങ്ങ ആണ് കേട്ടോ. തേങ്ങ ചേർക്കുന്ന ഭയങ്കര ടാസ്ക്കാണ് കേട്ടോ. നമ്മളവിടെ മിഷനിലാണ് ചേർക്കൽ. ഈടിയും തന്നെയാണ് കേട്ടോ. മിഷനിൽ തന്നെ ചേർക്കലാണ്. മിഷന് എന്തോ പൊളിഞ്ഞിട്ടുണ്ട്, നേരാക്കാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. 1 മാസം അങ്ങനെ ആയി. പിന്നെ ഇതുവരെ നേരാക്കിയിട്ട് കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ ഒന്നും തേങ്ങ ചേർക്കാൻ അറിയില്ല. പിന്നെ കൈ വേദനയാണ് കേട്ടോ. എൻ്റെ കൈക്ക് ടെന്നീസ് എൽബോന്ന് ഒന്ന് ചേർക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. പിന്നെ ഏതായാലും വേണമല്ലോ എന്നിട്ട് കുറച്ചൊന്ന് ചേർച്ചെടുക്കാമെന്ന് വിചാരിച്ച് ആവശ്യത്തിന് ഇങ്ങനെ കുറച്ച് ചേർത്തിട്ടാ. മിഷനിലാകുമ്പോൾ ഒന്നിച്ചിട്ട് തന്നെ ചേർച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കലാണ്, ആവശ്യത്തിന് എടുക്കലാണ്. അങ്ങനെ ഇതാ ബരിങ്ങക്കുള്ള കുറച്ച് തേങ്ങ മാത്രം ചേർച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ ബാക്കി ഫ്രിഡ്ജിൽ വെച്ചു കേട്ടോ. അങ്ങനെ ഇതാ പരിങ്ങക്കറിയിൽ വെന്ത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുത്ത് അതിൻ്റെ പരിങ്ങക്കറിക്കുള്ള കടുവെല്ലാം താളിച്ച് കൊടുക്കലാന്ന്. എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, പിന്നെ കടുവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ വെളുത്തുള്ളിയും കറിവേപ്പിലെല്ലാം ചേർത്ത് കൊടുത്തിട്ട് പരിങ്ങക്കറിക്ക് ചേർത്ത് കൊടുക്കലാന്ന് കേട്ടോ. അങ്ങനെ പരിങ്ങക്കറി റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും കൂടി വന്നോട്ടെ. എല്ലാവർക്കും കൂടെ ചോറെല്ലാം വറമ്പി റെഡി ആയിട്ട് ടേബിളിൽ കൊണ്ടുവെക്കലാന്ന്. അങ്ങനെ ഇന്നത്തെ ലഞ്ച് ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. മാങ്ങ ഉണ്ടായിന്, പൊത്ത മാങ്ങയാണ്, പിന്നെ പപ്പടം ഉണ്ടായിന്, മീൻ ഫ്രൈ, പിന്നെ മീൻ മുളക് ഇട്ടത്, പിന്നെ കച്ചമ്പറ്, അച്ചാർ, പിന്നെ ബരിങ്ങ വറവ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ചോറെല്ലാം വെച്ച് പിന്നെ പാത്രം ഉണ്ടായെല്ലാം കഴുകിയതിന് ശേഷം ഞങ്ങൾക്ക് കുറച്ച് വർക്ക് വെക്കാനുണ്ടായി കേട്ടോ ബ്ലൗസിന്. അങ്ങനെ ബ്ലൗസിന് വർക്ക് വെക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ ബൈ. ഇനി അടുത്ത വീഡിയോ കാണാൻ. അപ്പോഴേക്കും അസ്സലാമു